ഹോയാൻ, ലാൻഡ് ഓഫ് ലാൻറ്റേൺസ്, വിയറ്റ്നാമിലെ വിളക്ക് നഗരം. പകലും രാത്രിയും ഒരുപോലെ മനോഹരമായൊരു നഗരം. ഏൻഷ്യൻ ടൗൺ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിനും ഓരോ സ്ട്രീറ്റിനും ഒത്തിരി കഥകൾ പറയാനുണ്ട്. സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടം ഒരു മാജിക്കൽ ലാൻഡ് പോലെയാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളും തെരുവുകളും ലേക്കും ലാൻറ്റേൺസുകളാൽ പ്രകാശിക്കാൻ തുടങ്ങും. ലേക്കിലൂടെ ഒത്തിരി സ്വപ്നങ്ങളും ഓർമ്മകളുമായി ആയിരക്കണക്കിന് വിളക്കുകൾ ഒഴുകുന്നത് കാണാം. എന്നാൽ നമുക്കിനി ഹോയാനിലെ കാഴ്ചകളൊക്കെ കണ്ടാലോ? ദനാങ്ങിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1 hour റൈഡ് ചെയ്താൽ നമുക്ക് ഈ ഹോയാൻ ഏൻഷ്യൻ ടൗണിലെത്താം. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു പ്ലേസാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബിൽഡിങ്സിനൊക്കെ അതിൻ്റെ ഒരു പഴമയും ആ ഒരു ഭംഗിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തുബോൺ റിവറിൻ്റെ 2 സൈഡിലുമായിട്ടാണ് ഈ ടൗൺ വ്യാപിച്ചു കിടക്കുന്നത്. പഴയ സ്റ്റോക്കാണെന്ന് തോന്നുന്നു. പുതിയ സ്റ്റോക്കെല്ലാം 75 അല്ലേ. 16th സെഞ്ച്വറിയിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വൺ ഓഫ് ദ മേജർ ട്രേഡിംഗ് സെൻറ്റർ ആയിരുന്നു ഹോയാൻ. അതുകൊണ്ട് തന്നെ ചൈനീസ്, ജാപ്പനീസ് അങ്ങനെ പല ആർക്കിടെക്ചറൽ ബിൽഡിങ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു ജാപ്പനീസ് ബ്രിഡ്ജാണ്. ഇവിടുത്തെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കാണിത്. വിയറ്റ്നാമിലെ കറൻസിയിലൊക്കെ ഇപ്പോഴും ഇത് പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ബ്രിഡ്ജിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു മങ്കിയുടെ സ്റ്റാച്ചുവും എക്സിറ്റിൽ ഒരു ഡോഗിൻ്റെ സ്റ്റാച്ചുവും കാണാൻ പറ്റും. അത് മീൻ ചെയ്യുന്നത് ഈ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്തത് ഇയർ ഓഫ് മങ്കിയിലും ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞത് ഇയർ ഓഫ് ഡോഗിലുമാണ്. പിന്നെ ഈ ബ്രിഡ്ജിൽ ഉള്ളിൽ തന്നെ നമുക്കൊരു ചെറിയൊരു ടെമ്പിളും കാണാൻ പറ്റും. ചൈനീസ് സോഡിയാക്ക് അനുസരിച്ച് ഓരോ ഇയറിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ ആനിമൽസ് ഉണ്ട്. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ലക്കി കോയിൻസും അവിടെ സെയിൽസിന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മങ്കിയുടെ സ്റ്റാച്ചു. ഹോയാനിൽ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് എൻട്രൻസിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് അവരൊരു മാപ്പ് തരും. അതിൽ കുറേ മ്യൂസിയംസ്, പഗോഡാസ് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഓൾഡ് ഹൗസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സ്, ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ചൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ കാണാൻ പോയത്. ഈ കാണുന്നത് ഒരു അസംബ്ലി ഹാളാണ്. 1800കളിൽ കാൻറ്റനീസ് ചൈനീസ് കമ്മ്യൂണിറ്റി അവരുടെ സോഷ്യൽ ഗ്യാതറിങ്സിനും പ്രേയേഴ്സിനും മീറ്റിംഗ്സിനും ഒക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു അസംബ്ലി ഹാളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്ത് കാണാൻ ഒത്തിരി ആർക്കിടെക്ചറൽ വർക്ക്സ് ഉണ്ട്. വുഡ് വർക്ക്സ് ആയാലും സെറാമിക് ഡെക്കറേഷൻസ് ആയാലും പിന്നെ ഇതുപോലെ ഡ്രാഗൺസിൻ്റെ സ്റ്റാച്യൂസ്, പിന്നെ അവരുടെ പണ്ട് യൂസ് ചെയ്തിരുന്ന ടേബിൾസ്, ചെയർസ് അങ്ങനെ ഒത്തിരി നമ്മൾക്ക് അവിടെ കാണാനുണ്ട്. എന്ത് കുളഞ്ഞു നോക്കുന്ന അവിടെ പോയി ഇരിക്കാൻ പാടില്ലാന്ന് തോന്നുന്നു. അവർ കോൺഫറൻസ് നടത്തിയ സ്ഥലമാണ്, ഇരിക്കാനൊന്നും പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടെമ്പിളുണ്ട്. 2 സൈഡിലുമായിട്ട് കുതിരയുടെ സ്റ്റാച്യൂസും പിന്നെ ചെറിയൊരു വള്ളത്തിൻ്റെ ഒരു മോഡലും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടെമ്പിൾസൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. പക്ഷേ പ്രതിഷ്ഠ എന്ന് നമ്മളിങ്ങനെ പ്രതിഷ്ഠ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. കുറേ ആൾരൂപങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ വിചാരിച്ചു എന്തോ ഡെക്കോർ ഐറ്റം പോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ്. അടുത്ത് ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് ചന്ദനത്തിരിയാണ്. നല്ല മണം, ചന്ദനത്തിരിയുടെ മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് എവിടെ നിന്നാണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് ഞങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ചെറിയൊരു ഗാർഡനാണ്. ചെറിയൊരു ബ്രിഡ്ജും പിന്നെ ഡ്രാഗൻ്റെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഏത് പ്ലേസിൽ നോക്കിയാലും നമുക്ക് കുറേ ഡ്രാഗൺസ്, പല മോഡലിലുള്ള ഡ്രാഗൺസിൻ്റെ സ്റ്റാച്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് പ്ലേസിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ആദ്യം കണ്ടത് ഈ പുള്ളീനെയാണ്. പുള്ളി ലൈവായിട്ട് പടം വരച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഹോയാൻ്റെ സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ 2 സൈഡിലുമായിട്ട് ഇതുപോലെ കുറേ കലാകാരന്മാരെയും പിന്നെ പല സ്ട്രീറ്റ് വെൻഡേഴ്സിനെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്കിവിടെ ഇരുന്നിട്ട് പ്രോഗ്രാംസൊക്കെ കാണാം. പിന്നെ ഇതുപോലത്തെ പഴയ ബിൽഡിങ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ചിലതിലൊക്കെ നമുക്ക് നല്ല ബ്രാൻഡ് ഷോപ്സൊക്കെ കാണാൻ പറ്റും. ഇതൊരു ക്രോക്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചറിലൊന്നും ഒരു ചേഞ്ചൊന്നും വരുത്താതെയാണ് അവർ ഈ ബ്രാൻഡിൻ്റെ ഷോപ്പൊക്കെ ഇവിടെ നടത്തുന്നത്. പിന്നെ ഈ ഒരു യെല്ലോ കളർ തീമാണ് എല്ലാ ബിൽഡിങ്ങിനും വരുന്നത്. അപ്പോൾ അതും കാണാൻ നല്ല ഭംഗിയാണ്.
നെക്സ്റ്റ് ഞങ്ങൾ വന്നത് ടാൻകി ഓൾഡ് ഹൗസിലോട്ടാണ്. ഞങ്ങളുടെ ലിസ്റ്റിൽ വേറെയും കുറേ ഓൾഡ് ഹൗസസ് ഉണ്ടെങ്കിലും ഈ ടാൻകി ആണ് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഓൾഡ് ഹൗസ്. ഈ വീടിന് ഓൾമോസ്റ്റ് 200 ഇയേഴ്സ് പഴക്കമുണ്ട്. ഈ വീട് ഇപ്പോഴും മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെ ഓണേഴ്സ് തന്നെയാണ്. ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അവരിപ്പോഴും അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ താമസമുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറാണ് നമുക്ക് മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആൻറ്റീക്ക് ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. പണ്ട് ഇവർ യൂസ് ചെയ്തിരുന്ന ചെയേഴ്സ്, ടേബിൾസ്, ഫാന്, പിന്നെ കുറേ സെറാമിക് ഐറ്റംസ്. ഇവിടുത്തെ ടേബിൾസിലും ചെയർസിലും ഒക്കെ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് വീക്കാണ്, ഭയങ്കര വീക്കാണ്, അപ്പോൾ ഇതിലിരിക്കാനൊന്നും പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് മാർക്കിങ്സ് ഒക്കെ കാണാം. ഞങ്ങളത് വായിച്ച് നോക്കിയപ്പോഴാണ് ഇവിടെ ഓരോ പണ്ടത്തെ ഇയേഴ്സിലൊക്കെ വന്നിട്ടുള്ള ഫ്ലഡ് എങ്ങനെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്തത്, അതല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നോക്കി പോകുമ്പോഴാണ്, കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോഴാണ് ഏറ്റവും മുകളിൽ 1964 ഫ്ലഡ്, അത്രയും ഹൈറ്റിലാണ് അത് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഇത്രയും വർഷത്തെ ഫ്ലഡൊക്കെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഉള്ള ഒരു ബിൽഡിംഗ് ആണിത്. പിന്നെ പല ടൈപ്പിലുള്ള ടീ പോട്ട്സും, പിന്നെ നമ്മൾ ചൈനീസ് സെറാമിക് എന്നൊക്കെ പറയില്ലേ, ഈ വൈറ്റിൽ ബ്ലൂ പ്രിൻ്റ് ഒക്കെ വരുന്ന നല്ല അടിപൊളി സെറാമിക് പ്ലേറ്റ്സും ഒക്കെ അവരിങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ മൊറവും അരിപ്പ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പഴയത് അവർ യൂസ് ചെയ്തിരുന്നതൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വൃത്തിയുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം വീഡിയോസിലൊക്കെ കണ്ട പോലെ നല്ല തിരക്കുള്ള സ്ഥലമാണ്, ഒത്തിരി ആൾക്കാർ വരുന്നതാണ്. എങ്കിൽ പോലും സ്ട്രീറ്റ് ആയാലും ലേക്ക് ആയാലും ഒരു വേസ്റ്റ് പോലും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. അവർ അത്രയും നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ടൂറിസത്തിന് വേണ്ടി ഇത്രയും എഫേർട്ട് എടുക്കുന്ന ഒരു കൺട്രി ആണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് നേരത്തെ കണ്ട പോലെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ കാണാൻ പറ്റും. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അങ്ങനെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ടൈലറിങ് ഹോയാനിൽ ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് ടൈം ഉണ്ടെന്ന് വെച്ചാൽ മെഷർമെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ 24 hours നമുക്കത് സ്റ്റിച്ച് ചെയ്ത് തരും. പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്തില്ല, ഞങ്ങൾക്ക് അതിങ്ങനെ ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫേമസ് ആയിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് വൈറ്റ് റോസ് ഡംപ്ലിംഗ്, പിന്നെ വിയറ്റ്നാമീസ് കോഫി. അങ്ങനെ ഞങ്ങൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഹോയാൻ റോസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു കഫേയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കോഫി 2-3 ഐറ്റം കോഫിയൊക്കെ ട്രൈ ചെയ്തു. ആക്ച്വലി കോഫി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾ വിയറ്റ്നാമീസ് കോഫി കുടിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ലതാണ്. ഈ റോസ് പെറ്റൽ ഡംപ്ലിങ്സ് ഒക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ സ്പ്രിംഗ് റോൾസ് എവിടെ നിന്ന് കഴിച്ചാലും ഞങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയായിരുന്നു. ഭയങ്കര വെറൈറ്റി ടേസ്റ്റുള്ള സ്പ്രിംഗ് റോൾസ് ഒക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കഫേയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ബോട്ടിലും സ്ട്രീറ്റ്സിലും ഷോപ്സിലും ഒക്കെ ലൈറ്റൊക്കെ ഓണായി തുടങ്ങി. ഞങ്ങളുടെ പ്ലാനിൽ ബോട്ടിങ്ങും ഉണ്ട്. അപ്പം ബോട്ടിങ് ഫുള്ള് ലൈറ്റെല്ലാം ഓണായി കഴിഞ്ഞതിന് ശേഷം ബോട്ടിങ് ചെയ്യാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അടുത്തുള്ളൊരു ഫ്യൂജിയൻ അസംബ്ലി ഹാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വിസിറ്റ് ചെയ്തിട്ട് വരുമ്പോൾ കറക്റ്റ് ബോട്ടിങ്ങിനുള്ള കറക്റ്റ് ടൈം ആവുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പിന്നെ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒത്തിരി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാം നല്ല ഭംഗിയുള്ള സീഷെൽസ് കൊണ്ടുണ്ടാക്കിയ കുറേ ട്രേസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഫ്യൂജിയൻ അസംബ്ലി ഹാള്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതിൻ്റെ ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഞങ്ങൾ പുറത്ത് നിന്ന് ഒന്ന് കണ്ടിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പഗോഡയും ടെമ്പിളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് പിന്നെ പോയത്. അപ്പോൾ ഈ പഗോഡയുടെ ഉള്ളിൽ തന്നെ ഒരു ആർട്ടിൻ്റെ ഒരു എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഒരു പുള്ളി വരയ്ക്കുന്ന കണ്ടില്ലേ, അതുപോലത്തെയൊക്കെ കുറേ പിക്ചേഴ്സൊക്കെ വരച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എക്സിബിഷനായിരുന്നു. ഭയങ്കര ഒരു വെറൈറ്റി എക്സിബിഷനായിരുന്നു. നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനത്തെ പെയിൻറ്റിങ്സ് ഒന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇതാണ് ടെമ്പിൾ വരുന്നത്. മുന്നത്തെ ടെമ്പിൾസിലൊക്കെ കയറിയതുപോലെ നമുക്ക് കണ്ടിട്ട് ആരാ എന്താണെന്നൊന്നും മനസ്സിലാവാത്തൊരു പ്രതിഷ്ഠയായിരുന്നു. നമ്മളുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഇതിന് മാടനൊന്നും അങ്ങനെ വല്ലതും പറയുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ടിംഗ് ഏരിയയിലോട്ട് പോയി. അപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഫുള്ള് ലൈറ്റെല്ലാം ഓണായി. സ്ട്രീറ്റിലും ബോട്ട്സിലും ഷോപ്സിലും ഒക്കെ ഫുള്ള് ലൈറ്റെല്ലാം ഓണായി. നല്ല അടിപൊളി ഒരു മാജിക്കൽ ലാൻഡ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ഡ്രീം ലാൻഡിൽ എത്തിയ പോലെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് എടുക്കുമ്പോൾ ഒരു പാക്കേജാണിത്. അവർ നമുക്ക് 2 ലാൻറ്റേൺ, ആ ലാൻറ്റേൺസ് നമുക്കിങ്ങനെ ഈ റിവറിൽ ഒഴുക്കി വിടാം. നമ്മളൊരു വിഷൊക്കെ ചെയ്തിട്ട്
ഒഴുക്കി വിടുമ്പോൾ ആ വിഷ് നമുക്ക് ആ വിഷ് നമുക്ക് സാധിച്ച് കിട്ടും എന്നുള്ളതാണ് ഇവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു മെമ്മറി ലാൻഡ് എന്ന് പറഞ്ഞിട്ട്, ഹോയ് ആൻഡ് മെമ്മറി ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. അടിപൊളി, നല്ല കാറ്റും. ശരിക്കും മാജിക്കലായിട്ടുള്ളൊരു യാത്രയാണ്. അതായത് ശരിക്കും മാജിക്കൽ എന്ന് പറഞ്ഞൊരു വേർഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. കാരണം അത്രയ്ക്കും നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യുന്നൊരു, അതായത് നമ്മളൊരു ഡ്രീം ലാൻഡിലെത്തിയ പോലെ, ചുറ്റും ലൈറ്റൊക്കെ ഇങ്ങനെ കൊണ്ട് അലങ്കരിച്ച ഒരു ഡ്രീം ലാൻഡിലെത്തിയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബോട്ട് റൈഡ് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. കുറച്ച് നേരം നമ്മൾ ആ റിവറിൻ്റെ കുറച്ച് ദൂരം എത്തുമ്പോൾ അവർ നിർത്തി കുറച്ച് നേരം നമുക്ക് അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ തരും. പിന്നെ നമ്മൾ ഈ നേരത്തെ കണ്ട പോലെ ലാൻഡേൺസൊക്കെ ഒഴുക്കി വിടും. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ തണുപ്പ് എക്സ്പെക്റ്റ് ചെയ്തല്ല അവിടെ പോയത്, പക്ഷേ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല തണുപ്പായി. അങ്ങനെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഷോപ്സ് എല്ലാം ഫുൾ ഓണായിരുന്നു. ഷോപ്സിൻ്റെ വെളിയിലൊക്കെ ഇങ്ങനെ ചെയേഴ്സ്, കുഞ്ഞു കുഞ്ഞു ചെയേഴ്സൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നതും, പിന്നെ നടക്കാനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. ഈ ബോട്ട് റൈഡും സ്ട്രീറ്റ്സും ഒക്കെ ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. മറക്കാനാകാത്ത ഒരുപാട് ഓർമ്മകളുമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്.